തികച്ചും അനുകൂലമായ സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിനേറ്റവും പ്രധാന ഘടകം ഒന്ന്, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം. ഫാസിസ്റ്റ് ഗവൺമെൻറ് ഇവിടെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളം ഭരിച്ച് മുടിച്ച് തകർത്ത പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനായിട്ടുള്ള ജനരോഷം, ഇത് രണ്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇതിനൊക്കെ പുറമെ ഹിംസയുടെ രാഷ്ട്രീയമാണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരിയയിലെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകം, വടകരയിലെ TP ചന്ദ്രശേഖരൻ്റെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഭവം, അതുപോലെ തന്നെ ഒരുപാട് അരിയിൽ ഷുക്കൂറിൻ്റെ സംഭവം, മട്ടന്നൂരിലെ ഷുഹൈബിൻ്റെ ദാരുണമായ കൊലപാതകം തുടങ്ങിയ ഒരുപാട് കൊലപാതകം, ആ ഹിംസയുടെ രാഷ്ട്രീയം അത് അവസാനിപ്പിക്കുക, ഈ 3 കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കും. അതോടൊപ്പം തന്നെ ഞാൻ പണ്ട് പറഞ്ഞ പോലെ 20-ൽ 20 സീറ്റുകൾ വിജയിക്കാൻ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ ചാനലുകൾ തന്നെ ഈ കാര്യം പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സാറേ, ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ട് BJPയിലേക്ക് പോയ ആളുകൾ, കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ അവരെ രംഗത്തിറക്കുന്നുണ്ട്, രാഷ്ട്രീയ എതിരാളികൾ. അതേക്കുറിച്ച് എന്താ പറയുക? കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയായി ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. അത് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഈ കോൺഗ്രസ് വിട്ടുപോയി എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ തന്നെ അങ്ങനെ ജനമനസ്സുകളിൽ സ്ഥാനമുള്ള ആളുകളാണോ? അവർക്ക് വല്ല ജനപിന്തുണയുമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരിക്കൽ പോലും രാഷ്ട്രീയമായി ഒരു തെളിഞ്ഞ കാഴ്ചപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പോകുമോ? കോൺഗ്രസിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആർക്കും ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പോകാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും പോയിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവ് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ട് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക ഒരാളെയും സാധിക്കില്ല. ഒരു സ്ഥാനാർത്ഥിക്കും അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇനിയും കോൺഗ്രസ് നേതാക്കൾ വരാൻ സാധ്യതയില്ല. ഇതുപോലത്തെ നേതാക്കന്മാരല്ലേ, അതുപോലുള്ള നേതാക്കന്മാർ പോയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹത്തായ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കാനില്ല. അത്തരം അവസരവാദികൾ ഏത് പ്രസ്ഥാനത്തിലും ഒരിക്കൽ പോലും ഗുണമായിരിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. ഇപിയുടെ റിസോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇപിക്കും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും അവർ തമ്മിൽ പാർട്ട്ണർമാരാന്നൊക്കെ ഒരു പരാമർശം പ്രതിപക്ഷ നേതാവ് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രണ്ടാളും തള്ളിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാടെന്ന്? അത്തരം എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിസ്സാരമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെളിവുകളുടെയും അതുപോലെ തന്നെ കൃത്യമായ രേഖകളുടെയും വെളിച്ചത്തിലല്ലാതെ അദ്ദേഹം അത് പറയുകയില്ല എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. CPM-ഉം അല്ലെങ്കിൽ BJPയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് ഇന്ന് തുടങ്ങിയല്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് 52 നിയോജകമണ്ഡലത്തിൽ ഈ ധാരണ ഉണ്ടായിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് വെച്ച് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ നിങ്ങൾ മറക്കില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ, മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറയും. അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അനുകൂലമായിട്ടായിരിക്കുമെന്ന കാര്യം പറഞ്ഞു. വോട്ടെണ്ണിയപ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടല്ലോ. ആ അന്തർധാര ഈ തെരഞ്ഞെടുപ്പിനും ഉണ്ടാകും, സംശയമില്ല. 2 കൂട്ടർക്കും കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. 2 കൂട്ടർക്കും കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെല്ലാ കാലത്തും ആ അവിശുദ്ധമായ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബന്ധവുമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ആ ബന്ധത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ആ അന്തർധാര 20 മണ്ഡലങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ 52 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ആ അന്തർധാര ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് ഈ നിമിഷം വരെ അത് ഗണ്ണിക്കപ്പെട്ടിട്ടില്ല. അങ്ങയുടെ മണ്ഡലമാണ് വടകര. വടകരയിലുണ്ടാവുമോ? വടകരയിൽ ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡ് ഭൂരിപക്ഷമാണ് വടകര. അസാധാരണമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടിരുന്നത്. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജാതി മത ചിന്ത ഒന്നുമില്ലാതെ മതേതര വിശ്വാസികളുടെ ഒരു സംഘവുമായിട്ടാണ് ഞാൻ നമ്മുടെ ഷാഫിയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് എനിക്ക് പറയാനുള്ളത്. മതേതര വിശ്വാസികളുടെ ഒരു സംഘവുമായിട്ടാണ് ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ തന്നെ മാറ്റം ആഗ്രഹിക്കുന്നു. അവരൊക്കെ തന്നെ ലോക്സഭയിലേക്ക് പോകേണ്ട സ്ഥാനാർത്ഥി ആരാണെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ട്. മിടുക്കനായിരിക്കണം. ലോക്സഭയിൽ അലവൻസും പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങാൻ വേണ്ടി മാത്രം പോയി മടങ്ങി വരുന്ന കുറേ ജനപ്രതിനിധികൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആ ചരിത്രം മാറ്റി കുറിക്കണം. നമുക്ക് ഫലവത്തായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന
ലോകസഭയിൽ കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെയും അതുപോലെ ഭരണാധികാരികളുടെ മുഖത്തൊക്കെ സംസാരിക്കാൻ സാധിക്കുന്ന ആർജവബോധമുള്ള രാഷ്ട്രീയമായി തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള എം പിമാരാണ് ആവശ്യം. അത്തരമൊരു എം പിയാണ് നമ്മുടെ കാസർഗോഡ് നിന്ന് മത്സരിക്കുന്ന ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ. നിയോജകമണ്ഡലത്തെ അദ്ദേഹം സ്നേഹിച്ചു. ജനങ്ങളുമായിട്ട് അത്രയധികം ബന്ധം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനവും. അദ്ദേഹം കൃത്യമായിട്ട് പാർലമെൻറ്റിൽ പോകാറുണ്ട്. പാർലമെൻറ്റിൽ പോകുക മാത്രമല്ല, നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റിനേക്കുള്ള ആ സമരത്തിൻ്റെ എല്ലാ മുഖത്തും നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം കരുത്തനായ ഒരു പോരാളിയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വൻപിച്ച ഭൂരിപക്ഷം ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുമെന്ന് ഒരൊറ്റ ദിവസം കൊണ്ടുവരെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പൾസ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അനുകൂലമാണ്. അദ്ദേഹം വിജയിക്കും, വൻപിച്ച വോട്ടിന് വിജയിക്കും. ഓക്കെ, താങ്ക് യു.